പക്ഷേ ആ പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശം എംപിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 100% അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥാനാർത്ഥി നിർദ്ദയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമുള്ള ആളുകൾ ഉണ്ടാകും എന്ന് നമുക്കറിയാം. പക്ഷേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാൽ പോലും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്ന ദൗത്യം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ എന്ന് ഞാൻ ആധികാരികമായി പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് സൂചിപ്പിച്ച പോലെ ഈ MLA ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാഗത്തു നിന്നും വല്ല പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മ എന്നോട് സൂചിപ്പിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ എംപിയോട് സൂചിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യങ്ങളുടെ തലമുതിർന്ന നേതാക്കൾ നമ്മോടൊപ്പമുണ്ട്. അവരോട് നിങ്ങൾക്ക് പറയാം, ഏത് പ്രശ്നമുണ്ടായാലും ശരി അത് പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോകാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. എല്ലാ പ്രശ്നവും ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാം, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ പോലും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം അറിയാതെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ബഹുമാന MP സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് നമുക്ക് കിട്ടിയ നിവേദനങ്ങളൊക്കെ പരമാവധി നമ്മൾ ഏൽപ്പിക്കേണ്ട തലങ്ങൾ മന്ത്രിമാർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ നിവേദനങ്ങളൊന്നും പരിശോധിക്കാൻ പോലും നമ്മുടെ മന്ത്രിമാർക്ക് സമയം കിട്ടിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം മുമ്പിൽ വെക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിക്ക് പോലും ഒന്ന് പുറത്തിറങ്ങി ഒരു ചായ പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജനങ്ങൾ ഇന്ന് അദ്ദേഹത്തെ വളഞ്ഞിട്ട് അദ്ദേഹത്തോട് മത്സരം നടത്തുകയാണ്. അതേ അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് സമാധാനമായ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ നിയമസഭ കഴിഞ്ഞു. ഇത് സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാകണം. ഏത് വിഷയം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഒരു MLA എന്ന രൂപത്തിൽ ഇവിടെ നേരത്തെ MP സൂചിപ്പിച്ചപ്പോൾ നമുക്ക് ആസ്തി വികസന ഫണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ആസ്തി വികസന ഫണ്ടൊക്കെ തീരുമാനിക്കുന്നത് അതിന് UDF-ന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി നമുക്ക് വേണം. ആ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ MLA ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കുന്ന വിഷയം ഇതിനകത്തില്ല. MLA-ക്ക് MLA-യുടെ അഭിപ്രായം പറയും എന്നുള്ളതല്ലാതെ MLA എന്ന രൂപത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കി മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു MLA അല്ല. ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാവരുടെയും MLA ആയി എല്ലാവരുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കി എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾക്ക് ന്യായമായത് അർഹമായത് അവരെയും കൂടി സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം എനിക്കുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹായവും സഹകരണവും നിർദ്ദേശവും നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഓഫീസ് ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ നേതാക്കൾക്കും നിങ്ങൾക്കും എന്റെ വ്യക്തിപരമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.